UDFിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കുത്തക പ്രദേശമാണ് മലപ്പുറം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ സീറ്റുകളുള്ള സ്ഥലം. ഇവിടെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് LDFന് പിടിച്ചടക്കാൻ എത്രയോ കാലങ്ങളായിട്ട് മുഴുവനായിട്ട് പിടിച്ചടക്കാനൊന്നും LDFന് സാധിക്കുന്നില്ല? അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഒരു ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗിന് ഇപ്പോൾ കേരള കോൺഗ്രസിന് നേരത്തെ കോട്ടയം പോലെയുള്ള പോക്കറ്റുകളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മുസ്ലിം ലീഗ് വലിയ മുസ്ലിം സമുദായത്തിൽ തന്നെ പ്രത്യേകിച്ച് ഒരു സമുദായ പാർട്ടി കൂടിയാണ്. അപ്പോൾ ആ സമുദായ പാർട്ടികൾ വേറൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 1980-കൾക്ക് ശേഷം BJPയുടെ വളർച്ചയും 92-ൽ ബാബറി മസ്ജിദ് തകർന്നതും ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ, അല്ലെങ്കിൽ അതിന് മുമ്പെയുള്ള റീസൺസ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ റീസണുകളിലൂടെ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിന് ഒരു വലിയ അടിത്തറ ഉണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യകാലത്തിന് മുമ്പുള്ള പഴയ ഈ മുസ്ലിം ലീഗല്ല, പക്ഷേ ആ ജിന്നയുടെയൊക്കെ മുസ്ലിം ലീഗ് മുതലുള്ള കാര്യങ്ങളുടെ ചരിത്രത്തിൽ അതിൻ്റെ ഒരു പങ്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്വാധീനത്തിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ എത്തിയത്. പിന്നെ മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ആ ജനവിഭാഗങ്ങളെ കാറ്റർ ചെയ്യുകയും അവരുടെ ഏക പാർട്ടിയായി നിലനിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മറ്റേതെങ്കിലും ഒരു സ്ഥലങ്ങളിലുള്ളതുപോലെ മതേതര പാർട്ടികൾക്കൊന്നും, അതിപ്പോൾ ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിനടക്കമുള്ള പാർട്ടികൾക്കൊന്നും തന്നെ അത്തരത്തിൽ ഒരു മുസ്ലിം സമുദായ അംഗങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിലമ്പൂർ പോലെയുള്ള മേഖലകളിൽ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള ചിലരാണ് അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള പോലും. ബാക്കി കോൺഗ്രസ് ഒന്നും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. അതേസമയം താങ്കൾ ചോദിച്ച പോലെ CPM എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CPM ഈ ഇടക്കാലത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ KT ജലീലിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുൾ വഹാബിലൂടെ, അതുപോലെ അത്തരത്തിൽ അല്ലെങ്കിൽ PV അൻവറിലൂടെ ഇത്തരത്തിലുള്ള സ്വതന്ത്രരെ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ പോലും ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ ഇപ്പോഴും നിർത്തിയേക്കുന്നത് സ്വതന്ത്രരെയാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ആളുകളെയാണ്, പഴയ മണ്ഡലം പ്രസിഡന്റിലേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്വതന്ത്രരെ കണ്ടെത്തിക്കൊണ്ട് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ, ഒരു വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് CPM ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നേരത്തെ ഒരു ഘട്ടത്തിൽ CPM-ഉം അതുപോലെ പാർട്ടിയും ഒക്കെ അവിടെ വളർന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ കുഞ്ഞാലിയുടെ മണ്ണാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ നിന്ന് അത്തരത്തിൽ കുഞ്ഞാലി മത്സരിച്ച് ജയിച്ച ഒരാളാണ്. പക്ഷേ ജയിച്ച ഒരാളായിട്ട് പോലും പിന്നീട് ആ ജയം നിലനിർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ മതേതര അല്ലെങ്കിൽ മനുഷ്യത്വപൂർണമായിട്ടുള്ള ഒരു ആശയം കൃത്യമായിട്ട് അവിടെ അടിവേരുറയ്ക്കുന്നില്ല എന്ന് തന്നെയല്ലോ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തൊക്കെ കിട്ടിയത് പൊന്നാനി ജില്ലാ പഞ്ചായത്ത് മൊത്തം എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് തൂത്തുവാരുന്ന അവസ്ഥയുണ്ടായി. അല്ല, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ അത് കുറച്ചുകൂടി കുറവായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിന് അനുയോജ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് വരുന്നത്. കാരണം തൊട്ട് ഓപ്പോസിറ്റായി RSSും സംഘപരിവാറും അതിൻ്റെ ശക്തികളും ഒക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ കുറേ കൂടി മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനും അപ്പുറത്തേക്ക് CPM-ന് അടക്കം പറ്റിയിട്ടുള്ള ഒരു വലിയ പാളിച്ച എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് അവരൊരു മതമല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ മനുഷ്യത്വപരമായ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വിഷയം എന്നുള്ളത് ഉയർത്തി കാണിച്ചുകൊണ്ട് പലപ്പോഴും വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പകരം അതിനോട് പലപ്പോഴും സമരസപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KT ജലീലിനെ പോലെയുള്ള, അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാനെ പോലെയുള്ള, അതുപോലെ PV അൻവറിനെ പോലെയുള്ള ആളുകളെ കൂട്ടുചേർത്ത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെ 10 ലക്ഷത്തോളം വോട്ടുകൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മലപ്പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ജയിക്കാനുള്ള ഒരു മെജോറിറ്റിയിലേക്ക് അവർക്ക് വളരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ RSSനെ BJPയെ ചെറുക്കാനായിട്ട് CPM പരാജയപ്പെടുന്നു താങ്കൾ പറഞ്ഞു. അല്ല, CPM പരാജയപ്പെടുന്നു എന്നുള്ളതല്ല, അങ്ങനെ അവരെ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഡീലിന്റെ കാര്യത്തിലേക്കാണ് പിന്നീട് വരിക. ഡീലൊക്കെ വേറെ രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കിപ്പിക്കാനും CPM-നെ പോലെയുള്ള ആളുകളെ CPM-ന് കൂടെ നിർത്താനും കഴിയുന്നില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും പറയരുത്. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള കൂടെ നിൽക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മലപ്പുറം മാത്രമല്ല ഞാൻ പറയണ, മൊത്തം എൻ്റയർ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള വോട്ടുകൾ LDFന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ, കൺസിസ്റ്റൻ്റായി നിലനിർത്താൻ ഒരിക്കലും CPM-ന് കഴിയില്ല. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. CPM അതിന് ബോധപൂർവമായ വല്ല പരിശ്രമവും CPM നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ കേസിൽ മാത്രമല്ല, ഇപ്പം എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെബാസ്റ്റ്യൻ പോലെയുള്ള ആളുകളിട്ടുള്ള പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. പലപ്പോഴും കോട്ടയത്തടക്കം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എറണാകുളത്തടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഹാർഡ് കോർ പാർട്ടി കാൻഡിഡേറ്റ് വന്നു നിന്ന് മത്സരിച്ച് പിടിച്ചെടുക്കുന്നു എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല,
ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു പരാജയമാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു എഫേർട്ട് ഇടാതിരിക്കുക, അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള ഒരു പരാജയമാണ് നമുക്ക് പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ CPM തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മുസ്ലിം ലീഗിനൊക്കെ അതിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസ്. താങ്കൾ പറയുന്നത് സമരസപ്പെടാനായിട്ട്, മതവുമായിട്ട് സമരസപ്പെടാനായിട്ട് മലപ്പുറത്തും എറണാകുളത്തൊക്കെ CPM തയ്യാറാകുന്നു എന്നാണ്. മതവുമായിട്ട് സമരസപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തിന്റെ ഐഡിയോളജിയോട് മൊത്തം ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു 30% വോട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു 10%, 5% വോട്ട് കൂടി ഉയർത്തിയാൽ മാത്രമേ ജയിക്കൂ എന്ന് മനസ്സിലാവുമ്പോൾ ആ ജയിക്കാനുള്ള വോട്ടുകൾക്ക് വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. അല്ലാതെ അവരെ എല്ലാവരെയും ഐഡിയോളജിക്കൽ ബേസ് മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോതമംഗലത്ത് മത്സരിക്കുന്ന ആന്റണി ജോൺ സ്വതവേ അങ്ങനെ കുറെ കൂടി സ്വീകാര്യരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അല്ലാതെ ഒരിക്കലും ഒരു ഹാർഡ് കോർ പാർട്ടി നേതാവാണ്, അതെ കമ്മ്യൂണിസവും മാർക്സിസവും പറഞ്ഞുകൊണ്ട് കോതമംഗലത്ത് വോട്ട് പിടിക്കാം എന്ന് വിചാരിച്ചാൽ അത് ബൗഢ്യമാണ്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോ പുതുമയൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. അത് മലപ്പുറം പോലെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രദേശം, അതേപോലെ ഇപ്പം എറണാകുളം പോലുള്ള മറ്റൊരു പ്രദേശം, ഇപ്പൊ ഈ സ്ഥലങ്ങളിലൊന്നും CPM-ന് വേരുറപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. CPM വേരുറപ്പിച്ച തിരുവനന്തപുരത്ത് CPM-ന് വേരുണ്ട്, അല്ല CPM അല്ലെങ്കിൽ കണ്ണൂർ CPM-ന് വേരുണ്ട്, മറ്റു പ്രദേശങ്ങളിലൊക്കെ CPM-ന് വേരുണ്ട്. നമ്മൾ അതിനെ രണ്ട് തരത്തിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് കാണണം. ഇപ്പൊ CPM-നെ വേരുറപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM അവിടെ വേരുകൾ ഉണ്ട്. അവർ വളരെ സംഘടനാപരമായി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പ്രധാനമായി എറണാകുളത്തൊക്കെ തന്നെ സംഘടന ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ അവിടെ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് ഇലക്ട്രൽ CPM ആണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു CPM-ന്റെ ഐഡിയോളജികളോട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് തൊഴിലാളി വർഗ സിദ്ധാന്തങ്ങളോട് ഒരു കൂറ് പുലർത്തുന്നതിനെ ലെവലിലേക്ക് അവർ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ട് കഴിയുന്നില്ല. അല്ല, അത് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന യൂസ് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്നത് മതമായതുകൊണ്ടാണ് അത് കഴിയാത്തത്. അല്ലെ, ഞാൻ പറഞ്ഞിപ്പോ ഒരു കാര്യം, കണ്ണൂർ അതിന് സാധിക്കുന്നു, ഇപ്പൊ തിരുവനന്തപുരം പോലുള്ള ഒരു പ്രദേശത്ത് അതിന് സാധിക്കുന്നു കുറെയൊക്കെ. പക്ഷെ ഇവിടെ അത് സാധിക്കുന്നില്ല. അല്ല, അത് സാധിക്കാത്തതിന് മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദു മതത്തിന് പ്രാമുഖ്യമുള്ള ഒരു സ്ഥലങ്ങളിൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മതത്തിൻ്റെതായ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. അത്തരം ആളുകളെ കുറച്ചുകൂടി ഐഡിയോളജിക്കലി അവർക്ക് സ്വാധീനിക്കാനോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒക്കെ പറ്റും. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെയോ ഒക്കെ മതപരമായിട്ടുള്ള കുറച്ച് റിജിഡിറ്റികളുണ്ട്. ആ റിജിഡിറ്റികൾക്ക് അപ്പുറത്തേക്ക് കടന്നു കയറൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇനി ഞാൻ നേരെ തിരിച്ചു കൗത്തോട് ചോദിക്കുന്നത് CPM-ന്റെ മാത്രം അവസ്ഥയല്ല. ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസിന്റെ അവസ്ഥയും യഥാർത്ഥത്തിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എറണാകുളത്ത് മേയർ ആരാണെന്ന് തീരുമാനിക്കുന്നത് സഭകളായിരിക്കണം എന്ന് പറയുന്ന നിലപാടത്തിലേക്ക് എത്തില്ലേ? സഭക്ക് നന്ദി പറഞ്ഞില്ലേ എറണാകുളത്തെ മേയർ? അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിൽ പ്രമുഖമായിട്ടുള്ള പങ്ക് അവർക്കില്ലേ? ഈവൻ മലപ്പുറത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് വളരാത്തത്? കോൺഗ്രസിന് ഇന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ 15,000-ലധികം വോട്ടുകൾ കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഈ പറഞ്ഞ 27 മണ്ഡലങ്ങൾ എടുത്തു വെച്ചാൽ അതിൽ 15 എണ്ണവും മുസ്ലിം ലീഗിന്റെ ആവുന്നത് എങ്ങനെയാണ്? അപ്പൊ അത്തരം ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കുക, അത്തരം ആളുകളിലേക്ക് സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളത് CPM-നെ പോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആർക്കെങ്കിലും രണ്ടാമതായി അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ CPM-നാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അതിപ്പോ സെബാസ്റ്റ്യൻ മോളിനെയോ അല്ലെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞിപ്പോ സെബാസ്റ്റ്യൻ മോളിനെ മത്സരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അബ്ദുറഹ്മാനെ മത്സരിക്കുന്നു, PV അൻവറിനെ മത്സരിപ്പിക്കുന്നു, KT ജലീലിനെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരാളെ എല്ലാവരും മത്സരിപ്പിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അവരുടെ ഐഡിയോളജികളോട് ചേർന്ന് നിൽക്കുകയും എന്നാൽ ഒരു നിഷ്പക്ഷ വോട്ടുകളെ കൂടി സമാഹരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആളുകളെയാണ് അവർ നോക്കുന്നതെന്ന് മാത്രം. മലപ്പുറത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന കോഴിക്കോട്ടെ പേരാമ്പ്ര നിയമസഭാ മണ്ഡലം, അവിടെ ഇപ്പം വിവാദം പോവുകയാണ്. അവിടെ മത്സരിക്കുന്നത് UDF കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹരി. അവർ ഈ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറൊക്കെ ആയിട്ട് മികച്ച വിജയം നേടിയ ഒരാളാണ്. ഇപ്പോൾ CPM-ന്റെ ഇപ്പോൾ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രചരണ വാഹനത്തിലൂടെ അനൗൺസ്മെന്റ് ആണ് വിവാദമായിരിക്കുന്നത്. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്കെന്നാണ്. മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പയറ്റുന്നത്. സമത്വബോധമുള്ള മനുഷ്യൻ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർ ജാതിക്കും മതത്തിനും അപ്പുറത്താണ്. മതസൗഹാർദ്ദത്തെ ഊട്ടി വളർത്തേണ്ടവരാണ്. LDF മതരാഷ്ട്രത്തിന്റെ പക്ഷത്തല്ല, മനുഷ്യപക്ഷത്താണ്. പേരാമ്പ്രയുടെ മണ്ണിൽ മനുഷ്യപക്ഷത്താണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തണം. മനുഷ്യപക്ഷത്തിന് മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് ആ പ്രചരണം പറയുന്നത്. എന്തിനാണ് ഇത്രമാത്രം വിളർ പിടിക്കേണ്ട ആവശ്യം?
അല്ല, അത് ഒന്നാമത്തെ കാര്യം, ഈ CPM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അത് വലിയ തോതിൽ പർവ്വതീകരിക്കുകയും വലിയ പ്രചരണായുധമാക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ തന്ത്രം ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഒരിക്കൽ കൂടി അവർ ഉറപ്പിക്കുകയാണ്. പേരാമ്പ്രയിൽ ജയിക്കില്ലെന്നുള്ളത് TP രാമകൃഷ്ണൻ തോൽപ്പിക്കാൻ പറ്റില്ല, അത് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഫാത്തിമ തെഹ്ലിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അവിടെ ജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഫാത്തിമ തെഹ്ലിയ അവിടെ സ്ഥാനാർത്ഥിയാവില്ല. രണ്ടാമത്തെ കാര്യം, ഫാത്തിമ തെഹ്ലിയ കൃത്യമായിട്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പോലും പൂർണ്ണമായിട്ടുള്ള വോട്ടുകൾ അവർക്ക് കിട്ടില്ല, സമസ്തയുടെയും വോട്ടുകൾ അവർക്ക് കിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ നൂർബിനാർ റഷീദ് കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചപ്പോൾ സ്ത്രീകളൊന്നും അങ്ങനെ മത്സരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത യാഥാസ്ഥിതിക മുസ്ലിംസാണ് അവിടെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ INL മറ്റേ പുള്ളി ജയിച്ചു പോകുന്നത്, മനസ്സിലായി? അതുകൊണ്ട് ഇത്തവണയും വോട്ടുകൾ കിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രചരണം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളം മുഴുവൻ ഇത്തരത്തിലൊരു മുസ്ലിം വോട്ട് ബാങ്കുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ഗൗരവത്തോട് പറയാം, ഈ പറയുന്ന നമ്മുടെ കൗമിലെ കുട്ടിക്ക്, അതായത് നമ്മുടെ സമുദായത്തിലെ കുട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് അവിടെ പ്രചരണം നടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെ, അത് പക്ഷെ ഇതിൽ പറയുന്നത് സ്വകാര്യ പ്രചരണം എന്നാണ്. സ്വകാര്യ പ്രചരണം വാട്സാപ്പിലൂടെ വീടുകളിലൂടെ വീട് സന്ദർശനത്തിലൂടെ നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ നേരത്തെ നടത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ അവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കാസർഗോഡും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടത് എന്താണ്? നിങ്ങൾ മുസ്ലിം ലീഗിനോട് ചേർന്ന് ചെയ്തില്ലെങ്കിൽ, വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്ന പ്രചരണം പരിപാടി. അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിനെ വിവാദമാക്കുന്നവർ, അല്ലെങ്കിൽ ഇതെന്തോ വലിയ അപരാധം LDF ചെയ്തു, CPM ചെയ്തു എന്ന് ഇപ്പൊ മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. അവര് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതേതരത്വത്തിന്, പക്ഷത്തിനായിട്ട് തെളിയിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിൽ എന്താണ് അപരാധം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ യാതൊരു വിധത്തിലുള്ള അപരാധവും ഇല്ല. അതിൽ യഥാർത്ഥത്തിൽ ഈ പ്രചരണം വന്നപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് LDF ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയം അത് തന്നെയാണല്ലോ. അല്ല, ഒരു കാര്യമുള്ളൂ. ഈ മുസ്ലിം ലീഗ് പറയുന്ന ഒരു പ്രചരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ അവർ പറയുന്ന ഒരു കുറ്റപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അങ്ങനെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് പ്രചരണം നടത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത് അവർ പറയുന്നത്. രണ്ടാമത് അവർ പറയുന്നത് അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തുന്നു എന്ന ആരോപണം ഞങ്ങൾക്ക് മേലിൽ തെറ്റായി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടുമാണ് വിവാദം, മനസ്സിലായോ? മറ്റേ താങ്കൾ പറഞ്ഞ മറ്റേ ഈ ഐഡിയോളജി മിസ്സൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇത് രണ്ടും വിവാദമാകുമ്പോഴും ഞാൻ ഗൗതത്തിൻ്റെ അടുത്ത് പറയുന്നു, വളരെ കൃത്യമായി, വളരെ ഈ പറഞ്ഞ പോലെ മൈന്യൂട്ട് തലങ്ങളിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിറകിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം IUML-ഉം ഈ പറയുന്ന പോലെ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ ഇത്തരം പ്രചരണം നടത്താൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. മുസ്ലിം ലീഗ് അറിഞ്ഞുകൊണ്ട് നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ആളുകൾ അത്തരത്തിലുള്ള പ്രചരണം നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള IUML ഇപ്പൊ 4ാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. BJP കഴിഞ്ഞു കഴിഞ്ഞാൽ 9% അവരുടെ വോട്ട് ഷെയർ. അവർക്ക് കൂടുതലും പിന്തുണയ്ക്കുന്നത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണല്ലോ. അപ്പം ആ രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന LDF പ്രചരിപ്പിക്കേണ്ടത് ഇത് തന്നെയാണല്ലോ. അല്ല, ഈ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അങ്ങനെ ഒരു പ്രചരണം മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട ഒരു ബാധ്യത CPM-നുണ്ട്. അത് നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ വൃത്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. ഇത് രണ്ടും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു തെളിവില്ല എന്നുള്ളതാണ്. അതായത് അത്തരത്തിലുള്ളൊരു തെളിവ്, മുസ്ലിം ലീഗ് ഇങ്ങനൊരു പ്രചരണം നടത്തിയതായിട്ട് അവിടെ തെളിവില്ല. തെളിവുണ്ടെങ്കിൽ TP രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പുറത്തു കൊണ്ടുവന്നാണ്. പിന്നെ ഇതിന്റെ വളരെ ലളിതമായ മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിയാണെന്ന് അവർക്ക് പാർട്ടിയാണെന്ന് അറിയാലോ, അറിയാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത്? ഇപ്പൊ ഈ TP രാമകൃഷ്ണൻ ഇപ്പൊ ഈ ഒരു ഘട്ടത്തില് ഞങ്ങളല്ല എന്നല്ലാതെ വേറെ എന്താ? അല്ല, ഞങ്ങളല്ല എന്നുള്ളതല്ല. TP വളരെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഇത്ര വലിയ വിവാദമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഒരാൾ മൈക്കിലൂടെ ഒരു പ്രചരണ വാഹനത്തിലൂടെ വിളിച്ചു പറഞ്ഞു പോയതാണ്. അത് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ CPM-ഓ TP രാമകൃഷ്ണനോ നേരെ എഴുതി കൊടുത്തിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്രമാത്രം ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത് TP രാമകൃഷ്ണനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ TP രാമകൃഷ്ണൻ ആദ്യം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? എനിക്കതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രചരണം നടത്തിയതായിട്ട് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ വളരെ ബോധപൂർവമായി ഇത്തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്താലേ ഈ TP രാമകൃഷ്ണൻ പറയുമല്ലോ, അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, ലോക്കലിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ TP രാമകൃഷ്ണനെ പോലീസായിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും. അപ്പൊ അതൊന്നും നടക്കില്ല. പക്ഷെ TP രാമകൃഷ്ണൻ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം ഗൗതം പറയാം,
ഇത് അവിടെ തോക്കും, ഫാത്തിമ തഹ്ലിയ അവിടെ തോക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ ജയിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാകുമെന്ന് ഞാൻ 2 ആഴ്ച മുമ്പ് വിചാരിച്ചാണ്. കാരണം നേരത്തെ പറഞ്ഞ മറ്റേ BJP ഡീല് പറഞ്ഞിരുന്നു, അതിനുശേഷം SDP ഡീല് പറഞ്ഞിരുന്നു. ഇത് രണ്ടും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേ, ഇതിലേത് ഡീലാണ് ശരി, ഇത് ശരിയല്ലല്ലോ എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെയും മുസ്ലിം വോട്ട് ബാങ്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണിത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഏതാണ്ട് പർവ്വതീകരിച്ച് ഭയങ്കര വലിയ വിഷയമായി എന്ത് ചെയ്യേണ്ട, കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ടി പി രാമകൃഷ്ണൻ പറയുകയാണെങ്കിൽ ഊരത്തിലെടുക്കാം. പേരാമ്പ്ര എന്ന് പറയുന്നത് ഇടത് കോട്ടയാണ്. 80 മുതൽ അവിടുന്ന് ഇടത് ജയിച്ചു വരികയാണ്. 2 തവണയായിട്ടാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ പിടിച്ചടക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഗൗതത്തിന് മനസ്സിലായില്ലേ, പേരാമ്പ്ര പിടിച്ചെടുക്കാൻ പറ്റുമോന്നല്ല നോക്കുന്നത്. പേരാമ്പ്രയൊക്കെ വെറും, പേരാമ്പ്രയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. 2 കാര്യങ്ങളാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ പറയുന്ന പോലെ ഈ കേരളത്തിൽ ഇത്തവണത്തെ വോട്ടിങ്ങിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആയി UDF കിട്ടണം. രണ്ടാമത്തേത്, വനിതകളുടെ വോട്ടും കിട്ടണം. ഈ രണ്ടിനും പറ്റുന്ന ഒരു കൃത്യമായിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് ആരെന്ന് പറയുന്നത്, ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്നത്. മനസ്സിലായി? പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫാത്തിമ തഹ്ലിയക്കെതിരെ വേറൊരു ആരോപണം കൂടി INL ഉന്നയിച്ചു. INL ഉന്നയിച്ച ആരോപണം എന്താണെന്നറിയോ? ഫാത്തിമ തഹ്ലിയ ജമാഅത്തയുടെ സ്ഥാനാർത്ഥിയാണെന്നാണ്. മനസ്സിലായി? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളത് കൊണ്ടിട്ട് ഈ മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും ഉണ്ടാകാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള എന്തോ ഭയങ്കര വലിയ വിവാദം എന്ന് പറയുന്ന സംഗതിയാണ് ഇതുള്ളത്. അതേസമയം ലവ് ജിഹാദ് ശ്രീലേഖ IPS പറഞ്ഞിട്ട് പോലും ഇത്രയും ചർച്ചയായില്ല. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് കൂടി ഗൗതത്തിനോട് പറഞ്ഞാൽ, ഇതിന്റെ തന്ത്രം മുഴുവൻ മെനയുന്ന ആരാന്നറിയാം? സത്യത്തിൽ ഇതിന്റെ തന്ത്രം മുഴുവൻ പണിയുന്നത് ഈ പറയുന്ന UDF തന്ത്രം മുഴുവൻ ഇപ്പൊ ചെയ്യുന്നത് സുനിൽ കനകോലും അല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാവീദാണ്. അതായത് മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ സോൾഡാറ്റിയുടെ ഒക്കെ നേതാവായിട്ടുള്ള ദാവീദ് അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, മീഡിയ വണ്ണിലിരുന്ന് ഇത് പറയുന്നു. എന്നിട്ട് മീഡിയ വണ്ണിലൂടെ ഇതിനുവേണ്ടി പ്രചരണം കൊടുക്കുന്നു. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ ദിവസം UDF ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ള ലെവലിലാണ്. അല്ലാതെ ഇതൊന്നും വലിയ സംഭവമോ വലിയ വിഷയമോ ഒന്നും ആയിട്ടുള്ള കാര്യമല്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഫാത്തിമ തഹ്ലിയെ ജയിപ്പിച്ചെടുക്കണമെന്നുണ്ട്. കൂടാതെ അതിന്റെ പേരിൽ ഇനി ഫാത്തിമ തഹ്ലിയെ ജയിച്ചില്ലെങ്കിലും കേരളം മുഴുവൻ ഇത്തരത്തിൽ വോട്ടുകൾ കൺസോളിഡേറ്റ്, മലബാർ കേന്ദ്രീകരിച്ചിട്ട് ഷാഫി നടത്തുന്ന പ്രചരണം ഭയപ്പെടുന്നുണ്ട് ഇടതുപക്ഷം. ഭയങ്കര അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഷാഫി കളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഇപ്പൊ ഷാഫിയുടെ രാഷ്ട്രീയം, ഷാഫിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഷാഫിയുടെ രാഷ്ട്രീയത്തിൽ ഓക്കെ, അത് താങ്കൾ ജേക്കബ് പറഞ്ഞിട്ടുള്ള, അതായത് മീഡിയ അക്കാഡമിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജേക്കബ്, അതായത് അദ്ദേഹം പ്രമുഖനായിട്ടുള്ള പത്രപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് പറഞ്ഞത്. അത് പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തീരുന്ന ഒരു വിഷയമല്ല. ഷാഫിയുടെ രാഷ്ട്രീയത്തിന് ചില പ്രശ്നങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ ഒക്കെ ഷാഫി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വടകരയിലും കഴിഞ്ഞ തവണ കാഫിർ സ്ക്രീൻഷോട്ടിലും ഒക്കെ ശ്രമിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന പലപ്പോഴും ജനങ്ങളുടെ ഇടക്കൂട്ട് കിട്ടുന്ന നെഗറ്റീവ്സ് എല്ലാം തെറ്റാണ്. അതൊക്കെ ഇവിടെ പറയുന്നില്ല ഇപ്പൊ ഞാൻ മുഴുവനായിട്ടും. ഇത് ഇങ്ങനെയൊക്കെ ഇത് മൊത്തത്തിൽ ഇനിയിപ്പോ സഹായിക്കാൻ പോകുന്നത് BJP അല്ലേ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഷോർട്ട് ടൈമിലേക്ക് ഇവർക്കും ലോങ് ടൈമിലേക്ക് BJPക്കും ഗുണം ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കൊണ്ട് ഇവിടെ കേരളത്തിൽ CPM തകരുന്നു, കോൺഗ്രസ് തകരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് എതിര് നിൽക്കാൻ ഉണ്ടാവുക? ആ എതിര് നിൽക്കാൻ BJP ഉണ്ടാകണം എന്നുള്ളത് ആരുടെ ആവശ്യമാണെന്ന് ഗൗതത്തിനറിയൂ? അത് ജമാഅത്തയുടെ ഒക്കെ ആവശ്യമാണ്. കാരണം അവരെതിൽ നിന്നാൽ പിന്നെ ജമാഅത്തെ പറയുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, മുസ്ലിം സമുദായം മൊത്തം കേൾക്കുക. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് കേൾക്കാനായിട്ട് 0.11% പോലും 0.3% പോലും ആളുകളില്ല. അപ്പൊ അതുകൊണ്ട് ആ രണ്ടുപേർക്കും ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് മറ്റവർ വരുന്നതാണ്. അതേസമയം മതേതരർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മതേതര സ്വഭാവം കുറച്ചെങ്കിലും പുലർത്തുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വന്നാൽ പോലും ഇവർക്ക് പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഇതൊരു ധൃതരാഷ്ട്ര ആലിംഗനമാണ്. പതുക്കെ ഇവർ കോൺഗ്രസിനെ എന്ത് ചെയ്യും, വിഴുങ്ങും.